का स्वागत है आपके फेवरेट रिएक्शन चैनल में। और आज हम लेके आए बोगेनविलिया मूवी के सीन 4 का रिएक्शन। और लास्ट सीन जो था ना वो बहुत ट्विस्ट एंड टर्न्स वाला था, बिकॉज अभी तक तो इनकी जो भूलने की बीमारी थी वो इनके पति की प्रॉब्लम थी, लेकिन अब ये जो है एक नेशनल प्रॉब्लम बन गई है। बिकॉज एक जो है कोई मिनिस्टर की बेटी जो है वो घूम गई है, तो उसने हालत टाइट कर दिया है पुलिस वालों की, एंड वो अब इनकी हालत टाइट कर रहे हैं। सब कुछ बहुत ही कॉम्प्लिकेटेड है। और जैसे उन्होंने वो एंगल दिखाया था ना कि रीमा का फेस दिख रहा है, वही कितनी स्कैरी लग रही थी रीमा, लाइक और तभी उसके 2 मिनट पहले इसने बोला था कि मेरे को बहुत सस्पिशियस लगती है वो, मेरे को लगता है उसने कुछ किया, पर वो लोग तो यहाँ पे थे ही नहीं। मुझे लगता है कि हम किसी पॉइंट पे आ ही नहीं सकते। सही में एक्चुअली बात यही है। और जैसे वो रीमा फिर स्माइल भी कर रही थी ना, उससे पता लग रहा था कि उन्होंने खुद इमेजिन किया है ये, क्योंकि कोई ऐसे चोरी करने जा रहा होगा तो स्माइल तो नहीं करके जाएगा। तो देखते हैं क्या होगा। तो आप भी देखो, हम देखते हैं। लेट्स स्टार्ट। എൻ്റെ സാറ് നാട്ടിൽ പോലീസും ബുക്കാറൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ ഈ മലമുട്ടിലേക്ക് കെട്ടിയെടുത്ത്. ഇവിടെ ഇത് തന്നെ സ്ഥിതിക്ക് ഞങ്ങൾ എന്ത് ചെയ്യാനാ? ബിജു, അത് രമയ്ക്കറിയാമല്ലോ അവളുടെ അസുഖത്തെക്കുറിച്ച്. ഇങ്ങനെ ഒരു പ്രശ്നത്തിന് പോലും എനിക്ക് പോലീസ് സ്റ്റേഷനിൽ കയറേണ്ട വന്നിട്ടില്ല. അവന്മാർ എന്നോട് എന്തൊക്കെയാ ചോദിച്ചതെന്നറിയോ? സാർ, അവർക്ക് നല്ല പേടിയുണ്ട് മാഡത്തിന്. എനിക്ക് പോലീസിനെയും പേടിയുണ്ട്. ഞങ്ങൾ കാശും പിടിയൊക്കെയുള്ളവരാ. എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഊരിപ്പോരും. ഞങ്ങൾ വിട്ടു സാറേ. സാർ സഹായത്തിന് വേറെ ആരെയും നോക്ക്. ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല ബിജു. ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് നടന്നതാണെന്ന് കരുതിയാൽ മതി. അവളാണെങ്കിൽ രമയില്ലാത്തതുകൊണ്ടൊരു വല്ലാത്ത അവസ്ഥയിലാണ്. എങ്ങനെ ഫേസ് ചെയ്യണമെന്ന് കരുതിയാ പുറത്തിറങ്ങാത്ത. ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് 2-3 ദിവസമായി. നീ എന്താ വെച്ചാൽ തീരുമാനിക്കും. उनके लिए भी यही बेस्ट जॉब है और इनके लिए भी बेस्ट पर्सन है। കിട്ടുമെന്ന് കഴിഞ്ഞാൽ എൻ്റെ പൊന്ന് സാറ് സഹായം ചോദിച്ചു ഈ പഠിക്കുവാൻ. करीब करीब अपना हाउस हेल्प लूज कर दिया था उन्होंने। ओ ये क्या है अब? अरे यार, ये भी उनका ना हो। കൊള്ളാലേ? നല്ലതാ. ഇത് എവിടുന്നാ മേടിച്ചേ? ഓൺലൈനാ. ഇവിടുത്തെ അഡ്രസ്സാണ് ഞാൻ കൊടുത്തേ. എനിക്ക് ഓൺലൈൻ വഴി ഒരു സാധനം വാങ്ങണം. പുതിയ ബ്രേസ്ലെറ്റ് ആണോ? എൻ്റെ ബ്രേസ്ലെറ്റ് അവിടെ? അത് കാണാതെ ഉപയോഗിച്ചി. അന്ന് നമ്മൾ ഒത്തിരി തപ്പിയിട്ടും കിട്ടിയില്ലല്ലോ. ഇനി അന്ന് ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവിടെ വെച്ച് വല്ലതും പോയതായിരിക്കോ? യോജി, നമ്മൾ ഇതുവരെ കാറിൽ നോക്കിയിട്ടില്ല. കാറിൽ? സാറ് പിക്കപ്പ് ആയിട്ടില്ല ഫാം ഹൗസിൽ പോയത്? अरे यार, ये जा जाके मर्डर कर रही है क्या रात रात को? ചേച്ചി, അന്ന് ഹോസ്പിറ്റലിൽ പോയതിനു ശേഷം കാറ് സർവീസിന് കൊടുത്തില്ലായിരുന്നോ? അത് ചേച്ചി ഓർക്കുന്നുണ്ടോ? ഇനി അവിടെ എങ്ങാനും പോയതായിരിക്കും. നമുക്കിന്ന് അവിടെ വരെ ഒന്ന് പോയാലോ? ബിജുവിനെ വിളിക്കാം. അതിനിടെ ഞാനെങ്ങാനും മറന്നുപോയാൽ ഒന്ന് ഓർമ്മിപ്പിച്ചേക്കണേ. പിന്നെ ബ്രേസ്ലെറ്റ് പോയ കാര്യം റോയിച്ചൻ അറിയണ്ട കേട്ടോ. അത് ഞാൻ ഏറ്റു. ചേച്ചിയുടെ ബ്രേസ്ലെറ്റ് കണ്ടുപിടിച്ചിട്ട് തന്നെ കാര്യം. मैरी क्रिसमस, क्रिसमस टाइम ही चल रहा है। മാഡം പ്ലീസ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ക്യാൻ ഐ ഹെൽപ്പ് യു? അത് ഒരു കാര്യം ഉണ്ടായിരുന്നു. There's something. ये तो ये भी भूल गई है क्या बोलने आई थी। ചേച്ചിയുടെ കാറ് സർവീസിന് വന്നായിരുന്നപ്പോൾ അതിലൊരു ബ്രേസ്ലെറ്റ് ഉണ്ടായിരുന്നു. അതിപ്പോൾ കാണാനില്ല. കാർ നന്നാക്കിയവരോട് അങ്ങനെ ഒരു ബ്രേസ്ലെറ്റ് കിട്ടിയായിരുന്നോ എന്ന് ചോദിക്കാവോ? അങ്ങനെ ഒരു കാര്യം ഉണ്ടാവും വഴിയില്ല മാഡം. വഴിയുള്ളതുകൊണ്ടല്ലേ ഇവിടെ വന്നത്. നിങ്ങൾ ആ വണ്ടി പറഞ്ഞ ചോദിക്കുന്നേ അപ്പൊ അറിയാലോ. ये क्या है? ബിജു പതുക്കെ. അല്ല, നമുക്കൊന്ന് നോക്കാന്നല്ലേ. വണ്ടി വന്ന ഡേറ്റ് ഒന്ന് പറയാം മാഡം. वो तो कहाँ से याद? കഴിഞ്ഞ ആഴ്ചയായിരുന്നു. ഡേറ്റ് ഓർമ്മ വരുന്നില്ല. അത് കുഴപ്പമില്ല, വണ്ടി നമ്പർ പറഞ്ഞാൽ മതി. हाँ नंबर के मेरे को याद नहीं होता। 6842 वो ड्राइवर है, उसको याद होगा। ഓണർ റോയ്സ് തോമസ്. യെസ്. ഈ മാസം ഈ കാറിയുടെ സർവീസിന് വന്നിട്ടില്ല മാഡം. 4 മാസത്തിന് മുമ്പാണ് റൂട്ടീൻ സർവീസിന് വന്നത്. 4 months ago। 4 महीने पहले वो पूछ रही थी ना कार क्यों दी, उन्होंने बोला सर्विस के लिए दी थी कार मैंने, याद है? किन्होंने कहा था? നമുക്കറിഞ്ഞാലോ? इनके पति ने नहीं बोला मैंने सर्विस के लिए कार दी है, उन्होंने बोला कार को क्या हुआ है? ഓരോരോ കുരിശുകളെ. ओह गॉड, तो झूठ किसने बोल रहा है? पति बोल रहा है। पति ने बोला ना सर्विस के लिए दे के आया हूं। ഇന്നലെ മഞ്ഞും തണുപ്പും അടുത്ത മാസത്തിൽ അതോട്ടെ. ഈ കഴിഞ്ഞ ദിവസം ജോസ് ഡോക്ടറും ഭാര്യയും കൂടി ഇവിടെ എമർജൻസി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ ആഴ്ചയിലാണ്. ആ, കഴിഞ്ഞ ആഴ്ച. എന്താ പ്രശ്നം?
ഈ റോസ് ഡോക്ടറുടെ ഭാര്യയുടെ കൈമ കിട്ടുന്ന ചെയിൻ ഇവിടെ ഇവിടെ മിസ്സായി. എന്തായാലും ഞാൻ തുടങ്ങാം. അത് നീ ഇതിന് എന്നോട് ചോദിക്കുന്നു? അവരോട് ചോദിച്ചാൽ പോരെ? അവരല്ലേ അത് കാറൊക്കെ ഓടിച്ചു വന്നത്. അവര് കാറൊന്നും ഓടിക്കൂല. കാർ ഓടിക്കില്ലെന്നോ? അവർ നല്ല അസലായിട്ട് കാർ ഓടിക്കും. ഞാനല്ലാണ് അവരെ കാഷ്വാലിറ്റി കയറ്റി വിട്ടത്. നീ കള്ളു പിടിച്ച് ബോധം പോയി ആളോ മാറിപ്പോയതായിരിക്കും. എടാ എൻ്റെ ബോധവും പോയിട്ടില്ല, എനിക്ക് ആളും മാറിയിട്ടില്ല. ഇനി നിനക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നീ വാടാ, ഞാൻ കാണിച്ചു തരാം. എന്താ സംഭവിച്ചത്? ആരാ കാർ ഓടിച്ചത്? വാടാ നീ. यार इनको क्या क्या आता है भाई? ये ड्राइव कर लेती है. Oh my God. तो निकली. ड्राइवर की क्या जरूरत है? രമേ, എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയാമോ? Do I know how to? അതാ ഞാനും ആലോചിക്കുന്നത്. ചേച്ചിക്ക് വണ്ടി ഓടിക്കാൻ അറിയാവോന്ന്. यार ये क्या हो रहा है ये? ये तो एक हिडन टैलेंट हो गया इनका. इन्हें पता ही नहीं है इन्हें ड्राइव करना आता है. പ്രീതു എന്തി? പുള്ളിയിലുണ്ട് സാറേ, ഞാൻ അറിയപ്പെട്ടെ. പ്രീതു എന്നാ പറ്റി? നമ്മുടെ കാർ എവിടെയാ സർവീസിന് കൊടുത്ത റോയിച്ച? നമ്മൾ സ്ഥിരം കൊടുക്കുന്ന ഇന്ത്യ സർവീസ് സെന്ററിൽ. കാർ അവിടെ ചെന്നിട്ടില്ല. झूठ. റോയിച്ചൻ എന്തിനാ എന്നോട് നുണ പറയുന്നേ? ഓണ പറഞ്ഞല്ല, നമ്മുടെ വണ്ടിയിൽ ബ്ലഡ് സ്റ്റെയിൻസ് ഉള്ളതുകൊണ്ടാണ് അവിടെ കൊടുക്കാൻ. ഇവിടെ അടുത്തൊരു ലോക്കൽ വർക്ക്ഷോപ്പിലാണ് കൊടുത്തത്. ഞാൻ കാർ ഓടിക്കുമോ? പിന്നെ എനിക്ക് കാർ ഓടിക്കാൻ അറിയാവോന്ന്? എനിക്ക് കാർ ഓടിക്കാൻ എങ്ങനെ അറിയാം? നീ ഒച്ച വയ്ക്കാതെ. You know drive? ഞാനാ നിന്നെ ഡ്രൈവിംഗ് പഠിപ്പിച്ചത്. I taught you how to drive. ഇവിടെ ഇപ്പം എന്നാ പ്രശ്നം? റോയിച്ചൻ തന്ന ബ്രേസ്ലെറ്റ് നോക്കി ഞാൻ ഹോസ്പിറ്റലിൽ പോയായിരുന്നു. അന്ന് രാത്രി കാർ ഓടിച്ച ഞാനാണെന്ന് CCTV-യിൽ കണ്ടു. അന്ന് നമുക്ക് എന്താ സംഭവിച്ചേ? അന്ന് എന്നെ ഉണ്ടായ റോയിച്ച. ओ अच्छा वही रात है. ഞാൻ കണ്ണു തുറന്നപ്പോൾ കണ്ടത് നീ ബോധമില്ലാതെ കട്ടിൽ കിടക്കുന്നു. अनकॉन्शियस अंदर. എന്നാ ചെയ്യണമെന്ന് അറിയാതെ ഞാൻ ഇവിടെയുള്ള ബെഡ് ലാമ്പ് എടുത്താൽ വേണ്ടി അടിച്ചു. ओ ദേ, ഈ ബെഡ് ലാമ്പ് പുതിയതാണ്. नया लैंप है ये. നീ ഓർക്കാത്തതുകൊണ്ടാണ്. അടികൊണ്ട് അവൻ ഇറങ്ങി ഓടി. You guys എന്നിട്ട് നമ്മൾ കാർ എടുത്ത് അവൻ്റെ പുറകെ പോയി. നീ അപ്പോൾ കാർ എടുത്തു. എന്നിട്ട് നമ്മൾ രണ്ടുപേരും ഒന്നിച്ച് ഹോസ്പിറ്റലിൽ പോയി. अच्छा हाँ वो तो ഇതൊക്കെയാണ് दिख रहा था നടന്നത്. footage में. तभी सोचो ഇതെല്ലാം इतनी ഒന്ന് आराम രണ്ട് से തവണ पास ഞാൻ ऑफ कैसे कर നിന്നോട് रहे थे? പറഞ്ഞു. നീ എല്ലാം മറന്നു പോകുന്നുണ്ട്. റോയിച്ച സോറി. സാരമില്ല. ये ब्रेसलेट भी नया ले आई. അപ്പോൾ ഛായ കാർത്തികനെ കണ്ടത് റീത്തു ഓർക്കുന്നുണ്ട്. ഉണ്ട്. ഹോസ്റ്റലിന്റെ മുന്നിലാണോ? ആണെന്നാണ് എൻ്റെ ഓർമ്മ. വീട്ടിലെ ജോലിക്കാരി രമയാണ് കണ്ടതെന്ന് പറഞ്ഞത്. അത് രമ ചിലപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു കാണും. ലുക്ക് റീത്തു പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കാൻ ഞങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ആദ്യം പറഞ്ഞു ഛായ കാർത്തികനെ കണ്ട് പരിചയമുണ്ടെന്ന്, പിന്നെ പറഞ്ഞു രമയാണ് കണ്ടത്, TV-യിലാണ് കണ്ടതെന്ന് പറയുക. ഇപ്പൊ പറയുന്ന റീത്തുവാണ് കണ്ടത്, രമ കൂടെ ഉണ്ടായിരുന്നത്. റീത്തു മനഃപൂർവ്വം ഞങ്ങളെ മിസ്ലീഡ് ചെയ്യാൻ നോക്കാണോ സംശയമുണ്ടോ? अरे ऐसे तो बात मत करो उससे. उसको याद ही नहीं आ रहा वो क्या करेगी, उसकी क्या गलती है? സുരേഷേ, ഇവിടെ പൊക്കോളാൻ പറ. എന്നിട്ട് അവരുടെ ഭർത്താവിനെ വിളിക്കും. സർ മാഡം വരും. Come down. റീത്തു എന്തോ ഒളിപ്പിക്കുന്നുണ്ട് റോയ്സ്. അവൾ എന്തെങ്കിലും ഓർത്താലല്ലേ ഒളിപ്പിക്കേണ്ടുള്ളൂ മാഡം.
അതല്ല റീത്തും ചായയും തമ്മിൽ എന്തോ കണക്ഷൻ ഉണ്ട്. മേ ബി റീതു ചായയുമായി കണ്ടുപിടിച്ചും കാണും. അവർ തമ്മിൽ കാഷ്വലി എവിടെയെങ്കിലും വെച്ച് സംസാരിച്ചും കാണും. ഞാൻ ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങിയ റീതു രമയും കൂട്ടി ഷോപ്പിങ്ങിനും മറ്റുമായിട്ട് കോളേജ് റോഡ് വഴിയൊക്കെ പോകാറുള്ള. അങ്ങനെ പോകുന്ന വഴി കണ്ടിട്ടുള്ള പെൺകുട്ടിയായിരിക്കാം. ഇനി ഇതൊന്നും ആവണമെന്നില്ല. അവൾ ചായ ന്യൂസിൽ കണ്ടിട്ട് സ്വയം ക്രിയേറ്റ് ചെയ്യുന്ന കൺഫ്യൂഷൻസും ആവും. खुद क्रिएट किया. ലിസൺ ഡോക്ടർ, ചായക്ക് എന്ത് സംഭവിച്ചെന്ന് റീത്തു എന്നറിയാം. ആ കാര്യത്തിൽ ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട്. Come on, Ritu, imagine करो. Oh my God. Back to basics. कभी थे ही नहीं इनफैक्ट. ചേച്ചി മുറിന്ന് അലക്കാനുള്ള തുണി എടുത്തു തരുമോ? പിള്ളേരുടെ മുറിയിൽ നിന്ന് അവരുടെ ഡ്രസ്സും ബെഡ്ഷീറ്റും കൂടി എടുത്തു. Kids clothes ഞാൻ and ദേ bed വരുവാ. sheets. मतलब वो भी प्ले करती हैं कि बच्चा है. अरे 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 खत. ये क्या है? मुझे तो पहले लगा कि वुड का कुछ वो है, कचरा. എല്ലാം എടുത്തായിരുന്നു ചേച്ചി. Right, chased away the thief who broke into the house. उन्होंने लिख के रखा था ये. I know Chaya Karthikeyan. Oh, but कैसे? ये यार. ओह, मुझे लग रहा है वो उनकी कुछ हेल्प ही कर रही थी. अच्छा यही थी जो उससे बात कर रही थी. यही थी. फिर छाया गई कहाँ? अब क्यूरियोसिटी और ज़्यादा बढ़ती जा रही है बिकॉज छाया बिल्कुल यहाँ से कुछ उसका अता पता है नहीं. एक और बंदे की वहाँ पे लाश मिल गया और उसका जो अभी प्रूफ पता लगा वो यही है कि भाई वो चोर था इनके घर का, वो भागा था एंड फिर उसको पकड़ने भागे. तो ऐसा वही नहीं तो वो चीज़ समझ ही नहीं आ रही थी कि भाई सर सुबह खून है और वो निकला हुआ है और सुबह वो कह रहा है कि बस चोर आया था चोरी करने, चोरी नहीं कर पाया तो मैंने पुलिस कंप्लेन नहीं की. बट अब उसकी जो है परतें खुल रही है. अब मुझे तो अभी भी सब पे ही शक है. इवन जो अभी भी जो रेमा जैसे बात कर रही है ना, कई बार ऐसा लगता है कि वो उसके भूलने की बीमारी का फ़ायदा उठाती है कि लाइक वो उसको या तो याद दिलाती है सब, या दूसरा ओपिनियन ये है कि वो उसको अपना एक्सप्लेनेशन देती है क्योंकि अब जिसको याद ही नहीं है तो उसको जो मैं बोलूँगा वो उसके लिए सच हो जाएगा. तो ये भी काइंड ऑफ वो लगता है ऐसा यूज़ करती है. मुझे भी यही लग रहा है और मुझे कहीं ना कहीं ऐसे लग रहा है कि कुछ तो बात है जो रेमा और रॉय दोनों मिलकर कुछ छुपा रहा है. ऐसा लग रहा है उनसे बिकॉज वो बीमार है. उनको बच्चों का कितना बड़ा सस्पेंस था कि उनके बच्चे हैं ही नहीं. और ये चीज़ और फिर अभी उनको क्लियर दिख रहा है कि वो सनफ्लावर्स उन्होंने पेंट किया और वो भी उसके थ्रू ही, छाया के थ्रू ही. छाया याद आई तभी उन्होंने सनफ्लावर्स पेंट किया. वापस से वही फ्लावर्स वो पेंट कर रही हैं. मतलब ऐसे लग रहा है कि वो ये नाटक तो क्लियर है कि वो नाटक तो नहीं कर रही, वो एक्चुअल में पेशेंट है. उनको सच में याद नहीं रहता पर कुछ तो ऐसा है कि शायद इनके साथ गलत हो रहा है या इन्होंने कुछ गलत किया है. वही. और ये वाली जो मूवीज है ना भूलने वाली, ये मेरे ख्याल से मलयालम मूवीज बहुत कमाल की बन रही है. लाइक किसके अंदर कांदम होगी, ये मूवी होगी. अब इसका देखना होगा इंटरवल के बाद क्या निकल के आता है. तो आप लोग कैसा लगा कमेंट सेक्शन में जरूर बताइएगा. जैसे लाइक करते जाए, कमेंट करते जाए, शेयर करते जाए, सब्सक्राइब करिए. बाय.